ഹലോ, സേ ചിയേഴ്സ്. ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് തേൻകുഴൽ മുറുക്ക്. ഇത് തമിഴ്നാട്ടിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മുറുക്കാണ്. ആദ്യം ഒരു കടായി ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ ഉഴുന്ന് വറുത്തെടുക്കണം. ഞാൻ 2 കപ്പ് ഉഴുന്ന് വറക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ വറുത്ത് വെക്കുന്നുണ്ട്. എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ പലഹാരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുമിച്ച് വറുത്ത് വെക്കുകയാണ്. നിങ്ങൾ എത്ര മുറുക്ക് ഉണ്ടാക്കണോ അതിൻ്റെ അനുസരിച്ചുള്ള അളവ് വറുത്ത് പൊടിച്ചാൽ മതി. അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ലോ ഫ്ലെയിം വെച്ചിട്ട് ഉഴുന്ന് നല്ലോണം ചൂടാകണ വരെ വറക്കണം. അതിൻ്റെ ഉഴുന്നിൻ്റെ കളർ മാറാൻ പാടില്ല. അതുപോലെ നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ കയ്യിൽ പിടിക്കാൻ പറ്റാത്ത ചൂടായിരിക്കണം. അതുവരെ വറക്കണം. ചൂടൊന്നും ആറിയ ശേഷം അതിനെ മിക്സിയിലിട്ടിട്ട് നമ്മൾ നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചിട്ട് നമ്മൾ ചലിച്ചെടുക്കണം. ഉഴുന്നിൻ്റെ തരി ഇല്ലാതെ നോക്കണം, അല്ലെങ്കിൽ മുറുക്കുണ്ടാക്കുമ്പോൾ പൊട്ടിത്തെറിക്കുമ്പോഴുള്ളൂ. ഉഴുന്ന് പൊടി നമ്മൾ ചലിച്ചിട്ട് മാറ്റി വയ്ക്കണം. മുറുക്കുണ്ടാക്കാൻ നമ്മളൊരു മിക്സിംഗ് ബൗളിൽ 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഒരു 1/4 കപ്പ് ഉഴുന്ന് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടില്ല, അത് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ എള്ള്, 1/2 ടേബിൾ സ്പൂൺ ബട്ടർ, വെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എല്ലാം കൈകൊണ്ട് കുഴച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യും വെണ്ണയൊക്കെ 1/2 ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതലായി കഴിഞ്ഞാൽ ഇത് പൊട്ടി വരും, അത് ശരിയാവില്ല മുറുക്ക് പിഴിയുമ്പോൾ. ഈ മാവിലേക്ക് ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കും പോലെ കുഴച്ചെടുക്കുക. ഒരുപാട് ലൂസായാലും മുറുക്ക് പിഴിഞ്ഞാൽ കിട്ടില്ല, പൊട്ടി പോവും. ഒരുപാട് ടൈറ്റ് ആയാൽ പിഴിയാൻ കിട്ടില്ല. ഒരു ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് മുറുക്ക് ചുടാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൽ മാവ് തുറന്ന് വെക്കേണ്ട, അടച്ച് വെച്ചാൽ മതി. എപ്പോഴും ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ തുറക്കുക, മാവ് എടുക്കുക, ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളതിനെ അടച്ച് വയ്ക്കുക. തേൻകുഴൽ മുറുക്ക് ഉണ്ടാക്കാനുള്ള ചില്ല് ഇതുപോലെ ആയിരിക്കും. ഓട്ടയുള്ളത്, കുറച്ച് വലിയ ഓട്ടയുള്ളത്, ചിലവർ 3 ഓട്ടയുള്ളത് ചിലവരിൽ ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഈ കൂടുതൽ ഓട്ടയുള്ളത് ഞാൻ അത് എടുത്തിരിക്കുന്നത്. ഇനി മുറുക്ക് പിഴിയുന്ന ഈ സുനാപ്പി ഇല്ല, അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് ഉള്ളിൽ ഒന്ന് ഈസി ആയിട്ട് അതിങ്ങനെ പിഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഈ മാവിനെ നിറയ്ക്കുക. നമ്മൾ മുറുക്കൊക്കെ ചുടാനെടുക്കുന്ന കയ്യിലുണ്ടല്ലോ ഇതുപോലെ ഓട്ടമുള്ളത്, അതെടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മുറുക്ക് പിഴിഞ്ഞിട്ട് അതിന് എണ്ണയിലിടാം. കയ്യിൽ തെറിക്കാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാം. ഇതൊന്നും ഉണ്ടാക്കി ശീലമില്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് എണ്ണ തെറിക്കുമോ എന്നുള്ള പേടിയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എണ്ണ ചൂടായ നോക്കാൻ ഒരു ചെറിയ തുണ്ട് മാവ് എണ്ണയിലേക്ക് ഇട്ട് നോക്കിയാൽ അതങ്ങനെ പൊങ്ങി മുകളിൽ വരും. അപ്പോൾ എണ്ണ ചൂടായി നടത്താം. ഇനി മുറുക്ക് ഓരോന്നായിട്ട് അതിലിട്ട് കൊടുത്ത് ചുട്ടെടുക്കുക. പിന്നെ നമ്മളെടുത്ത ഉഴുന്നുപൊടി ഒരു പ്രാവശ്യം ചലിച്ച ശേഷം ആ ചലിച്ച മാവിനെ ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഒന്നും കൂടെ ചലിച്ചെടുക്കുക, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അത് തരിതരിപ്പ് തീരെ പാടില്ല, അല്ലെങ്കിൽ മുറുക്ക് പൊട്ടിത്തെറിക്കും. ഇനി മുറുക്ക് തിരിച്ചിട്ടിട്ട് നമ്മൾ അതിനെ ഒന്ന് ചുട്ടെടുക്കണം. അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് അടങ്ങുമ്പോൾ അതിനെ കോരി വാങ്ങി വയ്ക്കുക. ഇനി വേറൊരു മെത്തേഡ് പറഞ്ഞാൽ, നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൽ ഇങ്ങനെ മുറുക്ക് പിഴിഞ്ഞ് വെച്ചിട്ട് അതൊന്ന് ഇതുപോലെ കോരി എടുത്തിട്ട് എണ്ണയിലിടാം. ഈ ടിഷ്യൂ പേപ്പർ മെത്തേഡാണ് കുറച്ചുകൂടെ എളുപ്പം. ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് 3-4 പിഴിഞ്ഞ് വെക്കുക, അതിനെ എടുത്ത് ഇടുക വേണ്ടൂ. കയ്യിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പിഴിയാനായിട്ട് ഒരു കയ്യിൽ ഉപയോഗിക്കൂ, കോരിയെടുക്കാനായിട്ട് വേറെ കയ്യിൽ ഉപയോഗിക്കൂ. ഒരേ കയ്യിൽ ഉപയോഗിക്കുമ്പോൾ ഈ കയ്യിൽ ചൂടായാൽ പിന്നെ അതിൽ മാവ് പിഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കണ്ടുള്ളൂ. അതുപോലെ നമ്മൾ കുറച്ച് വെണ്ണയും കുറച്ച് നെയ്യും അല്ലേ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെണ്ണ മാത്രം എടുക്കുക, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രം എടുക്കുക. ഇതുപോലെ എല്ലാ മുറുക്കും ചുട്ടെടുക്കുക. കഴിഞ്ഞു പരിപാടി. തേൻകുഴൽ മുറുക്ക് വൈറ്റ് കളറിൽ തന്നെ ഉണ്ടാവണം, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഈ ജീരകവും ഇതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചേർത്ത് കൊടുക്കുക, എള്ളുമൊക്കെ. ഉഴുന്നിൻ്റെ കളറ് മാറിയാൽ വറക്കുമ്പോൾ അപ്പോൾ ആ മുറുക്ക് ഒരു ഡാർക്ക് കളർ ആകട്ടുള്ളൂ, ആ വെള്ള കളർ കിട്ടില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ മുറുക്ക് ട്രൈ ചെയ്ത് നോക്കൂട്ടുള്ളൂ. താങ്ക് യു. ബൈ.